ആ പെൺകുട്ടി ഗർഭിണിയായത് എൻ്റെ അടുത്ത് വന്ന് ടെസ്റ്റ് ചെയ്താ കൺഫേം ചെയ്തത്. 3 മാസം വരെ ആ കുട്ടി നല്ല പൊസിഷനിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് വേദനയാണെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ എടുത്ത ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഇന്നലെ രാവിലെയാണ് കിട്ടിയത്. ആ ഇരിക്കെ. മഞ്ജുവിൻ്റെ ബ്ലഡ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം വരെ നന്നായിരുന്നു. ഓക്കെ സർ. ഈ മാസത്തെ റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് വന്നത്. എന്തു പറ്റി സർ? കുഞ്ഞ് മരണപ്പെട്ടിട്ട് ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട്. ഈ സിറ്റുവേഷനിൽ തന്നെ അവൾ ഇനിയും തുടരുകയാണെങ്കിൽ അവളുടെ ജീവന് തന്നെ അപകടമാണ്. അവളെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. സർ, അതിനൊരു ചെറിയ പ്രശ്നമുണ്ട് സർ. എന്ത് പ്രശ്നമുള്ളേ? ഇതൊന്ന് നോക്കൂ സർ. നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണനാണ്. മഞ്ജുവിന് വന്നിരിക്കുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന ഒരു പ്രത്യേകതരം രോഗമാണ്. ട്രീറ്റ്മെൻറ്റ് ടൈമിൽ മഞ്ജുവിന് രോഗം അധികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇനിയൊരു പ്രാവശ്യം കൂടി ഇതേ അവസ്ഥ വന്നാൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. അഗ്രസീവായിട്ട് പെരുമാറും. പിന്നെ നമുക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വീഡിയോ റെക്കോർഡ് ചെയ്തതിന് പ്രധാന കാരണം മഞ്ജുവിൻ്റെ ഈ രോഗത്തിൻ്റെ തീവ്രത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു വരുന്നേ? സർ, മഞ്ജുവിനോട് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം സർ. ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവളുടെ ജീവന് തന്നെ അപകടമാണ്. ഉടൻ തന്നെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ശരി സർ. മോനെ, ഓക്കെ സർ. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം വീണ്ടും അവളുടെ അവസ്ഥ വളരെ മോശമായി. ഡോക്ടർ കൃഷ്ണകുമാർ പറഞ്ഞ പോലെ ഈ ഡിസീസ് അത്രയും ഭയങ്കരമാണോ? ഉറപ്പായിട്ടും ഇതൊരു റെയർ കേസാണ്. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും. പറയൂ അരവിന്ദ്. സർ, എനിക്കൊന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? ശരി, നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളത്? ഭാഗ്യവതി ഹോസ്പിറ്റലിൽ നിന്ന് അനൂർ റോഡിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാ. ശരി, അവിടെ വെയിറ്റ് ചെയ്തോ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഓക്കെ സർ, താങ്ക് യു. പോവാം. എന്താ മിസ്റ്റർ അരവിന്ദ്, പ്രതി ഒരു ഫീമെയിലാന്ന് അറിഞ്ഞിട്ടും ഷൂട്ടിംഗ് ഓർഡറിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം? ഇത്രയും പോലീസുകാരുണ്ടായിട്ടും ഷൂട്ട് ചെയ്ത് വേണം പിടിക്കാൻ. സർ, അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഐഡിയ ഒന്നുമില്ല. സമകാല ബോധമില്ലാതെ ആരെ കണ്ടാലും അറ്റാക്ക് ചെയ്യുന്നൊരു അക്യൂസ്ഡിനെ നമ്മൾ മെയിൽ ഫീമെയിൽ നിന്ന് വേർതിരിച്ച് കാണേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം തന്നെ അവർ 2 മർഡർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ സർ? സോ ഷൂട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചല്ലേ? സർ, ഓർഡർ വാങ്ങുന്നത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നാളെ എനിക്കതൊരു പ്രശ്നമാവാതിരിക്കാൻ വേണ്ടി. സാർ, സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്.
ഓക്കെ, പ്രൊസീഡ് ചെയ്തു. കെയർഫുൾ ആയിരിക്കണം. താങ്ക് യു സർ. ആ മാഡം, നിങ്ങൾ പറഞ്ഞ ലൊക്കേഷനിൽ ശരിയായിട്ട് സിഗ്നൽ കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾ ഇവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു മാഡം. സാർ, ഈ കുട്ടി നിങ്ങൾക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വാ. ഇവിടെ ഒരു അമ്പലത്തിന്റെ ലൊക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തേക്കാം. അമ്പലപ്പടിയിലും 7ാമത്തെ സ്ട്രീറ്റിലുള്ളത്. നിങ്ങൾക്ക് എന്താ മാഡം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മനസ്സിലാവില്ലേ? വരാൻ ഞങ്ങൾക്ക് പറ്റില്ലേ? സിഗ്നൽ കിട്ടുന്നില്ല. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്നാ പറയുന്നത്. സാരല്ലേ ചേച്ചി, അവര് നിൽക്കുന്നിടത്തേക്ക് ഞാൻ പൊക്കോളാം. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. മോളെ, നീ സൂക്ഷിച്ചു പോണേ കേട്ടോ. ശരി മോള് ചേച്ചി. കിടന്ന് ഉറങ്ങുവോ? അല്ലെങ്കിൽ ഞാനും കൂടെ അത് വന്നേ. സാരമില്ല. കുഴപ്പമില്ലല്ലോ. ഞാൻ പോയിട്ട് വരാം. ശ്രദ്ധിച്ചു പോണേ മോളെ. ശരി ചേച്ചി. എനിക്കറിയില്ല സാർ, വലിയൊരു ശബ്ദം കേട്ടു. പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും വീണ് കിടക്കുമായിരുന്നു. ഒരു പെണ്ണ് ഓടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ ഏതാ നടന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല സാറേ. ഇവിടെ MG ക്വാർട്ടേഴ്സിനടുത്ത് ആ സൈക്കോയുടെ ആക്രമണം മൂലം 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സാർ. അവരെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം സാർ. ഞാൻ അവിടെ ചെന്നിട്ട് റിപ്പോർട്ടൊക്കെ അയച്ചു തരാം സാർ. ഭൂപതി, ഹലോ സാർ. ഞാൻ കളക്ടറെ കണ്ട് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കാം, പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ സാർ. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ശരി സാർ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്താ നോക്കിയിട്ട് റിപ്പോർട്ട് അയക്കാം സാർ. വീട്ടിൽ പോവാം. എന്തിനാ സാർ ഇത്ര അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്? ജാനകി ഞാൻ 3-4 തവണ ഫോൺ വിളിച്ചു, പക്ഷേ ഫോണ് അവൾ എടുക്കുന്നില്ല. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. വർക്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജാനു, ജാനു, അവിടെ പോയി നോക്കാം. മാഡം, മാഡം, ജാനു, ജാനു, മാഡം. ജാനകി. ഈ ടേസ്റ്റ് നിങ്ങൾക്ക് ലൈഫ് ലോങ് മുഴുവൻ ഓക്കെയാണ്. ഞങ്ങൾ കുറെ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ട്രിപ്പ് ക്യാൻസൽ ചെയ്യുക. വണ്ടി എടുക്കണോ? ചേട്ടാ, ചേട്ടാ, ഒന്ന് നിർത്തണേ. നോക്കി ഓടിക്കണ്ടടാ. എവിടെ നോക്കിയാണ് ഓടിക്കുന്നത്? നടക്കുന്നത്? അയ്യോ, എന്താണ് ഇത്? പെട്ടെന്ന് വാ, ഇറങ്ങണം. വാ, ഇറങ്ങ്. വേഗം. എന്റെ അമ്മോ. അയ്യോ, അയ്യോ, ഇത് ACP അരവിന്ദ് സാറിന്റെ വൈഫാടാ. ഓൾറെഡി അരവിന്ദ് സാറ് എന്റെ അച്ഛനും തമ്മിൽ ഒടുക്കത്തെ പ്രശ്നത്തില്ല. ഞാൻ എന്ത് ചെയ്യൂടാ? ഷോ, എടാ ഇനി നമ്മൾ എന്താടാ ചെയ്യാ? അയ്യോ അളിയ, പൾസ് തീരെ കുറവാണല്ലോ. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ പ്രശ്നമാ. ഹോസ്പിറ്റലിലേക്കോ? പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ലൈഫ് തന്നെ പോവും.
ഇവിടെ നടന്ന എന്തായാലും ആരും കണ്ടിട്ടില്ല. നമുക്ക് ഇവിടുന്ന് പോവാടാ. ശരിയടാ, പോവാടാ. എടാ പതുക്കെ റിവേഴ്സ് ഇട്. ആരാടാ ഇങ്ങനെ നിൽക്കുന്നേ? എന്താടാ ഇത്? ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നമോ? ഇറങ്ങടാ, വാ നമുക്ക് പോയി നോക്കാം. ആരെങ്കിലും വരുന്നതിന് മുമ്പേ പെട്ടെന്ന് ഇറങ്ങ്. ആരെങ്കിലൊക്കെ വരും. ഏയ് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നെങ്കിൽ എനിക്ക് പേടിക്കാതെ ഉറങ്ങായിരുന്നു. ഇപ്പൊ നെഞ്ച് പടപട. ജാനകി ഇവിടേക്ക് വന്നിരുന്നോ? അപ്പൊ നിങ്ങൾ ഇതുവരെ അവളെ കണ്ടില്ലേ? നിങ്ങൾക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ അവൾ ഇവിടെ വന്ന് കരയുന്നുണ്ടായിരുന്നു. എല്ലാരും ഫോൺ ചെയ്തിട്ട് ലൈൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം ആംബുലൻസിനെ വിളിച്ചു വരുത്തി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. സാർ ഒന്ന് പെട്ടെന്ന് ചെല്ല്, ഒന്ന് ചെല്ല് സാർ. കേരളത്തിന്റെ ബോർഡറിൽ മഞ്ജുവിനെ ഒരു കാറിൽ കണ്ടതായിട്ട് പട്രോൾ പോലീസിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഓവർ ഓവർ. ഒരു പോലീസ് ടീമിനെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് സാർ. ഞാനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. അത് മാത്രമല്ല, അവിടുന്ന് CCTV ഫുട്ടേജും വന്നിട്ടുണ്ട്. അത് മഞ്ജു എന്നുള്ള കാര്യം ഉറപ്പാ. ഓവർ ഓവർ. സാർ, ആ സൈക്കോ മഞ്ജു കാറിൽ പോവാന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. വണ്ടി എടുക്ക. സാർ, അരുണ സംസാരിക്കുന്നു സാർ. കാട്ടാക്കട ഹൈവേയിൽ എന്നെ കടന്നൊരു കാർ ഓടുന്നുണ്ട് സാർ. അതില് നമ്മൾ തേടുന്ന മഞ്ജുവിനെ പോലെ ഒരു പെണ്ണുണ്ട് സാർ. കാർ നമ്പർ TN02S9272 സാർ. സർ, ഞങ്ങളും അങ്ങോട്ട് തന്നെ വരുന്നത്. നിങ്ങൾ ആ കാറിനെ ഫോളോ ചെയ്ത് പൊക്കോ, ഞാൻ പുറകെ ഉണ്ട്. ഓക്കെ സാർ. പോ. അരുൺ, മഞ്ജു ആണെന്ന് ഉറപ്പുണ്ടോ? പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യും. കാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് സാർ. ഞാൻ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. മഞ്ജുവിനെ പോലെ തന്നെ ഉണ്ട് സാർ. എല്ലാവരും ആ കാറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഫോളോ ചെയ്യാം. സാർ, ഭൂപതിയാണ് സാർ. മഞ്ജുവിനെ ഞങ്ങൾ ഫോളോ ചെയ്യാണ് സാർ. കാറിന്റെ പുറകിലെ സീറ്റിൽ സാറിന്റെ വൈഫും ഉണ്ട്. താൻ എന്തേ പറയുന്നത് ഭൂപതി? എന്റെ വൈഫ് എങ്ങനെ കാറിൽ വന്ന്? നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത് സാർ? ഭൂപതി, നിങ്ങൾ ഫോളോ ചെയ്ത് തന്നെ പോയിക്കോ. ഗൺഷൂട്ടോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്.
സാറിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ഫോളോ ചെയ്താൽ മതി. സാർ ഇപ്പൊ തന്നെ എത്തും. അരവിന്ദ് മുന്നിലേക്ക് പോകും. സാർ കാറ് വട്ടം വെക്കട്ടെ സാർ. അത് വേണ്ട ശരവണം, അവളുടെ മൈൻഡ് ശരിയല്ല. കാറ് പോകുന്ന അവളുടെ കൺട്രോളിലല്ല. നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രതീക്ഷിക്കാത്ത സംഭവിക്കാം. ഓക്കെ സാർ. നമുക്കൊന്ന് വാച്ച് ചെയ്യാം. സാർ അവൾക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉടനെ ചെയ്യേണ്ടി വരും. വണ്ടിയെ ഫോളോ ചെയ്യേ. ഞാനും വരും. എന്നെയും കൂട്ടിക്കൊണ്ടുപോകണം. ഞാനെന്താ ഫംഗ്ഷനാണ് പോകുന്നത് നിന്നെയും കൂട്ടി കൊണ്ടുപോകാനായിട്ട്? അവിടെ ചിലപ്പോൾ വെടിവെപ്പ് കാണും, കാർ ചേസിംഗ് ഉണ്ടാവും, അടിപൊളിയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഇനി ഒരു ഐഡിയ വർക്കാവില്ല സാർ. ചേച്ചി രക്ഷിക്കണമെങ്കിൽ സാറ് കുറച്ച് ഇമോഷണൽ ആവാതിരിക്കണം പ്ലീസ് സാർ. ദേവിക, പറഞ്ഞോളൂ സർ. ഞാൻ ലെഫ്റ്റ് ഡോർ ഓപ്പൺ ആക്കും, അത് ഇടിച്ച് തകർത്തേക്ക്. സർ എന്താണ് സർ പറയുന്നത്? ദേവിക, ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. ഓക്കെ സർ. വണ്ടി എടുത്തു. ഭൂപതി, നിങ്ങൾ ലെഫ്റ്റിലേക്ക് വാ, നിങ്ങൾ റൈറ്റിലേക്ക് പോ. കോൺസ്റ്റബിൾ, നിങ്ങൾ ഫ്ലൈ ഓവറിന്റെ മുന്നിലേക്ക് പോകും. ഓക്കെ മാം. അരുൺ, ഫ്ലൈ ഓവറിന്റെ മുകളിലേക്ക് പോ. ഓക്കെ സർ. ദേവിക, റോഡ് ബ്ലോക്ക് ചെയ്യേ. ഓക്കെ ചെയ്യും സർ. ഭൂപതി, അവൾക്ക് സ്വയബോധമില്ല. ഓക്കെ സാർ. അതുകൊണ്ട് കാർ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഞാൻ പറയുന്നു. ജാനു, 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 ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കണ്ണാടി താഴ്ത്ത, കണ്ണാടി താഴ്ത്ത, കണ്ണാടി താഴ്ത്ത. സർ, റോഡിൽ നിറയെ ബാരിക്കേഡാണ് സർ. ക്ലിയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ് സർ. സാർ ധൈര്യമായിട്ട് വന്നു. ജാനു, ജാനു, നോക്ക്, നോക്ക്. ആ സ്റ്റീയറിംഗിൽ പിടിക്ക്, സ്റ്റീയറിംഗിൽ പിടിക്ക്. ഞാൻ എങ്ങനെ ഇതൊക്കെ സ്റ്റീയറിംഗിൽ പിടിക്ക്, 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 പിടിക്ക്. എന്താ ഉണ്ടേ? ബാരിക്കേഡിൽ കയറി ലോക്കായി സാർ. പേടിക്കണ്ട. ഭൂപതി, എന്ത് പറ്റി?
ഞങ്ങൾ വന്ന വണ്ടി ബാരിക്കേഡിൽ ഇടിച്ച് ജാമായി പോയി സർ. എല്ലാവരും സേഫ് അല്ലേ? കുഴപ്പമൊന്നുമില്ല സർ, ഞങ്ങൾ എല്ലാവരും തന്നെ സേഫാണ്. നോക്ക് ജാനകി, നിന്നെ പോലുള്ള സ്ത്രീകളൊക്കെ ഇപ്പൊ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയാ. നീ ഒരു കാറിനകത്ത്, അത് 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാറിനകത്ത് എന്താ ശരവണ സ്ലോ ആക്കുന്നേ? ശരവണ എന്തുപറ്റി? ബാരിക്കേഡിൽ കൊണ്ടുപോകാ സാർ. പിന്നെ എങ്ങനെ വണ്ടി ഓടിക്കും? ഇല്ല സാർ, പിന്നിലേക്ക് പോ. ഞാൻ ഓടിച്ചോളാം. പിന്നിലേക്ക് പോവാ. ഇല്ല കുഴപ്പമില്ല സാർ. ഓടോ. ഇല്ല സാർ. മുന്നിലേക്ക് വാ ജാനു, മുന്നിലേക്ക് വാ. എനിക്ക് ജാനു മുന്നിലേക്ക് വാ. എനിക്ക് ജാനു, പറ്റുന്നില്ലെന്ന്. നമ്മുടെ മുന്നിൽ ഒഴിഞ്ഞ റോഡ് മാത്രമേ ഉള്ളൂ. മുന്നിലേക്ക് വാ. ദേ നോക്ക്, ആ പെൺകുട്ടിക്ക് എന്തോ അത്യാവശ്യം സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് മാത്രം രക്ഷിക്കാൻ കഴിയൂ. അവളെ രക്ഷിക്കണമെങ്കിൽ നിനക്ക് മുന്നിലേക്ക് വന്നേ തീരൂ. വാ, വണ്ടി സ്ലോ ആയാലേ അവളെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂ. വാ, മുന്നിലേക്ക് വാ. മുന്നിലേക്ക് വാ. അങ്ങനെ തന്നെ. ദേ നോക്ക്, ശ്രദ്ധിക്കേ. നിന്റെ കാല് ഉപയോഗിച്ച് അവളുടെ കാല് ആക്സിഡന്റ് വണ്ടി നിൽക്കണമെങ്കിലേ സ്പീഡ് കുറഞ്ഞു വരണം. അതുകൊണ്ട് നീ ആ കാല് പെട്ടെന്ന് മാറ്റി വെക്കേ. കാല് മാറ്റി വെക്ക് ജാനു. സാർ, ബ്രിഡ്ജ് അണ്ടർ കൺസ്ട്രക്ഷനിലാണ് സാർ. കാർ എങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റൂ. ജാനു, ഞാൻ പറയുമ്പോ ബ്രേക്ക് ഔട്ട്. ജാനു, ബ്രേക്ക് ചെയ്യ്. ജാനു, ജാനു, പതുക്കെ. പേടിക്കാനൊന്നുമില്ല. ഒന്നുമില്ല.